പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള തോട്ടളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ മലബാർ മെറ്റൽസിൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഓഫ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതൊക്കെയാണ് കാണിക്കുക. നമ്മുടെ കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വണ്ടികളും പിന്നെ നമ്മുടെ വണ്ടിയും അത് കഴുകുന്ന കുറച്ച് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കമ്പനിയിലെ വണ്ടികളാണ് കേട്ടോ. മൊത്തം നമുക്ക് 7 വണ്ടികളൊക്കെ ഉണ്ട്. ഇത് അശോക് ലേലനിൻ്റെ ചെറിയ വണ്ടിയാണ്, ഇതിൻ്റെ കറക്റ്റ് നമുക്ക് പേരറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ ഇത് അശോക് ലേലനിൻ്റെ വലിയ വണ്ടി ക്രൗൺ സ്റ്റീൽ എന്നാണ് പേര്. അതുപോലെ തന്നെ മലബാർ മെറ്റൽസിൻ്റെ 2 ലോറികൾ, വലിയ നാഷണൽ പെർമിറ്റ് ലോറികളുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ വണ്ടി പുറകാണ് കിടക്കുന്നത്, അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയാണ്. ഇവിടെ ഒരു വേ ബ്രിഡ്ജൊക്കെ ഉണ്ട്. വണ്ടികളുടെ വെയിറ്റ് ഒക്കെ നോക്കുന്ന വേ ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഓഫീസാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ നിന്ന് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കമ്പനിയുടെ പുറകുവശത്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റുന്ന സ്ഥലം ഇവിടുന്ന് കേട്ടോ. ഇവിടെ മൊത്തം സാധനങ്ങളൊക്കെ ഉണ്ട്. വണ്ടികൾ ഇവിടെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ വണ്ടികൾക്കും ഇന്ന് വിശ്രമമാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇന്നലെ കോഴിക്കോട് നിന്ന് രാത്രി വന്നതായിരുന്നു. അപ്പോൾ ലോഡുണ്ട് വണ്ടിയിൽ, ലോഡ് ഇറക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും എല്ലാ ആഴ്ചകളിലും വന്നിട്ട് ഇവിടുന്ന് വണ്ടി കഴുകും. നമുക്ക് ഞായറാഴ്ച മാത്രമേ ടൈം കിട്ടാറുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ കമ്പനിയും അതുപോലെ തന്നെ വണ്ടിയുടെ വിശേഷങ്ങളും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, വീഡിയോ നമുക്ക് എടുത്തു തരുന്നത് ഇവിടെയുള്ള ബബ്ലു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങായാണ്. ഈ ബബ്ലു ആണ് ഇവിടുത്തെ ലോഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്ന ഒരാൾ. പിന്നെ ബബ്ലുവിനെ ഞാൻ പരിചയപ്പെടുത്തരാം. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ വണ്ടി. ഈ വണ്ടിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോഴിക്കോട് നിന്ന് വന്ന ലോഡാണ്. പിന്നെ ഇത് കഴുകാൻ പോട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ വണ്ടിയുടെ പുറകുവശമൊന്നും കഴുകില്ല. കാരണം പുറകിൽ ലോഡുള്ളതുകൊണ്ട് കയറൊക്കെ കെട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് കഴുകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്യാബിനും വണ്ടിയുടെ ഉള്ളും കഴുകാനാണ് ഇപ്പോൾ പ്ലാനിങ് ഉള്ളത്. ഓക്കെ, ബാക്കി ഞാൻ കമ്പനിയിലെ ബാക്കിയുള്ള വണ്ടികൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പുറകിൽ 2 വണ്ടി കിടപ്പുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. പിന്നെ ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ ഒരു ബോഡിയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബോഡി വർക്ക്ഷോപ്പ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് മൊത്തം എന്ന് പറയുന്നത് ഓരോ ഷോറൂമുകളാണ്, ഓരോ വാഹനങ്ങളുടെ ഷോറൂമുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ അടുത്ത യാത്രയിൽ കാണിച്ചു തരാം, അവിടെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വണ്ടി കഴുകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. കഴുകുന്നതും പിന്നെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ കൂടെ തന്നെ ഒരു മഹീന്ദ്രയുടെ വണ്ടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ തൊട്ട പുറകിൽ ഒരു ഐഷറിൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓട്ടോ ഇല്ലാതെ വെച്ചിരിക്കുവാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ പുറകുവശമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബബ്ലു. ഹായ് ബബ്ലു ഭായ്, കൈസായേ? ടീക്ക് അച്ഛേ. ഓ, നമ്മൾ ക്യാമറ എടുത്തിരുന്നത് പുള്ളിക്കാരനാണ്. ഓക്കെ, പോലെ ഇങ്ങോട്ട് വാ, ഇനി എടുക്കേണ്ട. ഓക്കെ, നമ്മളെ വണ്ടിയെ ഒന്ന് ഫസ്റ്റ് നനക്കുക കേട്ടോ. ഫുള്ള് പൊടിയാണ് വന്നപ്പോൾ. ഇവിടെ വണ്ടി കഴുകാനുള്ള കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പൈപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാണ് ഇവിടെ. ഗ്ലാസ്സൊക്കെ അടച്ച് വേണം നമ്മൾ വണ്ടി കഴുകാം. വണ്ടി കഴുകാൻ എല്ലാവർക്കും അറിയാം, നമ്മൾ പിന്നെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു കേട്ടോ, 1 രൂപയുടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ വാങ്ങി 1-2 രൂപ ബാക്കിയൊക്കെ തരാണെങ്കിൽ നമ്മൾ സാധാരണ അവർ നമുക്ക് മുട്ടായൊക്കെ തരിക, ചോക്ലേറ്റൊക്കെ തരും. നമ്മളെന്ത് ചെയ്യും, ചേട്ടാ ഷാമ്പു വന്നേക്കുന്നു വരും. കാരണം നമുക്ക് ഷാമ്പു ഇവിടെ അത്യാവശ്യമാണ്, വണ്ടി കഴുകാനൊക്കെ അത്യാവശ്യമാണ് ഷാമ്പു ഒക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഷാമ്പു നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഷാമ്പു ഉപയോഗിച്ചാണ് നമ്മളിതിൽ കഴുകാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഡ്രൈവർ ക്യാബിൻ്റെ ഇടയിൽ, അതായത് നമ്മുടെ ക്യാബിൻ്റെ പുറകിലും നല്ല അഴുക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ഇത് നല്ല പ്രശ്നമാണ്. റെക്സിനാണ് കുഴപ്പമില്ല, നമുക്ക് നനച്ചാലും കുഴപ്പമില്ല, ഉണങ്ങി പോയിക്കോളൂ. എപ്പോഴും നമ്മൾ വൃത്തിയെ സൂക്ഷിക്കണം കേട്ടോ. വണ്ടിയുടെ നെയിം ബോർഡിലൊക്കെ എപ്പോഴും അഴുക്കുണ്ടാവും.
അങ്ങനെ നമ്മളെ വണ്ടി ക്യാബിനും പിന്നെ ടയറൊക്കെ കഴുകിയിട്ടുണ്ട്, ക്യാബിൻ്റെ ഉൾവശം കഴുകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വണ്ടി പുറത്തോട്ട് എടുക്കുകയാണ്. പിന്നെ കുറച്ച് അലങ്കാര പണികളും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് കാണണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. നമുക്ക് വണ്ടി ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മളെ വണ്ടി റിബണൊക്കെ കെട്ടി കുട്ടനായിട്ടുണ്ട്. അപ്പോൾ നാളെ ഇത് ഇവിടെ ഇറക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അതിന് മുന്നേ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഒരാഴ്ച വണ്ടിയിൽ ഓടിയ പൈസ ഇവിടെ കണക്കൊക്കെ റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കണം. പിന്നെ ഇത് നമ്മുടെ കണ്ണൂർ ഹൈവേ കേട്ടോ. ആ ടോട്ടൽ ടൗണാണ് ഇത്. കണ്ണൂർ പോകുന്ന റൂട്ടാണ്, കണ്ണൂർ എൽസിയർ റൂട്ടായത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നമ്മൾ തൊട്ടടുത്ത് വണ്ടി പാർക്ക് ചെയ്യും കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്യും. ഇവിടെ ഒന്നും സ്ഥലമില്ല, അവിടെയൊക്കെ ഫുള്ളാട്ടോ. നമ്മൾ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓഫീസിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നലെ ശനിയാഴ്ച കൊണ്ട് അവർ കണക്കൊക്കെ കൊടുത്ത് പോയതാണ്. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ ബൈ. നമ്മളെ പൈസ ഒരാഴ്ചത്തെ പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ പൈസ ഒക്കെ വാങ്ങിച്ച് ഇറങ്ങാണ്. നമ്മളെ വണ്ടി അവിടെ ഉണ്ട് കേട്ടോ, സ്കൂട്ടി അവിടെ ഉണ്ട്. നാളത്തെ ലോഡ് എങ്ങോട്ടൊന്നും അറിയില്ല, ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് നാളെ എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നാളെ പോലെ നമ്മളെ ഡെയിലി ഉള്ള വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യാം, വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.